ഫോണും കൊണ്ടുപോയ ആളെ കാണാനില്ലല്ലോ. ഓ, ഇതൊക്കെ അടുക്കി പറക്കി വെക്കാൻ ഞാൻ തന്നെ ഇനി വേണം. ഈ പിള്ളേരുടെ ഒരു കാര്യം. അമ്മേ, ആഹാ, വാ വാ. ഇരിക്കും മോനെ. അമ്മയ്ക്ക് വിരുന്നുകാരുണ്ടല്ലോ. എത്ര നാളായി ഇവർ രണ്ടുപേരും കൂടി വരണത് കണ്ടിട്ട്. എന്തായാലും നന്ദി പറയേണ്ടതാ വിഷ്ണുവിനോടാ. ഞങ്ങളെ അമ്പലത്തിൽ പോയിട്ട് വന്നതാ. ആ, നന്നായി മോളെ. രണ്ടുപേരും ചേർന്ന് ഒരു ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തണമെന്ന് ഞാൻ പറയാനിരിക്കുമായിരുന്നു. ഞങ്ങളിപ്പോ സംസാരിച്ച് ഒരു ഐക്യം വരുത്തിയിരിക്കുക ശാരദമ്മേ. ഇനി എപ്പോഴാ ഈ പാർട്ടി ഇടയുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇടഞ്ഞാൽ ഈ ഐക്യമൊക്കെ അങ്ങ് പോകും. അമ്മ, വഴക്ക് ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല, അതങ്ങനെ വന്നു പോകുന്നതോ. ഇനി അങ്ങനെ വന്നു പോകരുതെന്നാ ഞാൻ പറയുന്നത്. നീ കുറെ കാര്യങ്ങളിൽ സ്വയം ഒരു നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. രോഹിത്തിന് അവന്റേതായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യവും കൊടുക്കണം. അപ്പൊ പരസ്പരമുള്ള ഐക്യം തകരാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാ ശാരദമ്മേ. വഴക്കും ബഹളവും ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നാ എന്റെ ആഗ്രഹം. വീണ്ടും നിങ്ങളെ ഒന്നിപ്പിക്കാൻ വിഷ്ണു ഒരുപാട് പാടുപെട്ടെന്ന് ഇവിടമ്മ കുറച്ചു മുമ്പേ പറയുന്നത് കേട്ടായിരുന്നു. വിഷ്ണുബ്രോയ്ക്ക് എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ ആ വീട്ടിൽ നിൽക്കുന്നത് വലിയ സന്തോഷമാ. അതിപ്പോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എനിക്കിപ്പോ ഇവിടെ തന്നെ എന്തൊക്കെ ബിസിനസ്സുകൾ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. ദുബൈയിലേക്കൊന്നും പോവാതെ ഇവിടെ നിന്ന് കാശുണ്ടാക്കാനാ ബ്രോ പറയുന്നത്. അതിനുള്ള പണവും തരാന്ന് പറഞ്ഞു. സഹോദര സ്നേഹമുള്ളവനാ വിഷ്ണു. എല്ലാവരും നന്നായി കാണണമെന്ന് ഒരുപോലെ ആഗ്രഹിക്കുന്നവൻ.